KJ ഇറക്കിയ റുഖിയ ശറിയ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജിന്ന് സേവ നടത്തുന്ന അതല്ലെങ്കിൽ ജിന്നിന് ചികിത്സ നടത്തുന്ന ആള് അയാളുടെ ശരീരത്തിൽ കൂടി ജിന്നിനോട് സംസാരിക്കുകയോ അത് കൂടെയുള്ള ആളുകളോ മറ്റോ വിശ്വസിക്കുകയോ ചെയ്താൽ അത് കാഹിനെ അതായത് വിശ്വസിക്കുന്നത് പോലെയാണ് എന്നും, അതുപോലെ തന്നെ മുസ്ലിമായ ജിന്നിനോട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് പറ്റില്ല, അവൻ മുസ്ലിമാണോ എന്താ പറഞ്ഞത് നമുക്കറിയില്ല, അയാൾ എങ്ങനെ വിശ്വസിക്കുക, അതുപോലെ തന്നെ അത് ഒയ്ബല്ലേ എന്നൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ല ഒരു ബുദ്ധജിന്നിനോട് സംസാരിച്ചതും അതുപോലെ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതും ഇസ്ലാം മതം സ്വീകരിക്കാൻ ബുദ്ധജിന്നിനോട് പറഞ്ഞതും ആ ഇസ്ലാം മതം ബുദ്ധജിന്ന് സ്വീകരിച്ചു എന്നെല്ലാം പറഞ്ഞതായി ഇബ്നു ബാസിന്റെ ഒരു പുസ്തകത്തിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിലപാട് എന്താണ്? ഇതാണ് മേൽപ്പറഞ്ഞ പുസ്തകം. വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. വളരെ ഖൈറ്. ഈ പുസ്തകമാണ് ഈ വിഷയത്തിൽ ഇപ്പൊ നിലവിലുള്ള വസ്വാസുകൾ പ്രതിപാദിച്ചുകൊണ്ടുള്ളത്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള തെളിവ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ശരി. ഷെയ്ഖ് ഇബ്നു ബാസ് സൗദി അറേബ്യയിൽ ഈ അടുത്ത കാലത്തായി ജിന്ന് ചികിത്സകന്മാരായി കുറച്ചാളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ വരവ് ആദ്യമായി മദീനത്ത് ഒരു സലഫി പണ്ഡിതൻ മന്ത്രവാദം, ഈ റുഖിയ ശറഇയ്യ എന്ന പേരിൽ മന്ത്രിച്ചു കൊടുക്കുന്ന ഈ പ്രവർത്തനവുമായി രംഗത്ത് വരികയാണ്. അയാളുടെ സുഹൃത്താണ് മദീനത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഷെയ്ഖ് റബീഅ് ഇബ്നു ഹാദി അൽ മദ്ഖലി. ഇപ്പൊ മക്കയിലെ അവാലിയിലാണ് അദ്ദേഹം താമസം. അദ്ദേഹത്തിന്റെ അടുക്കല് ഇയാള് വന്നിട്ട് പറയാണ്, നഖ്ശായ ഷെയ്ഖനാ യദ്ഹബൽ അവാം ഇല സഹറത്തി വൽ മുശാവിരീൻ. ഷെയ്ഖെ, ആൾക്കാര് ഈ മന്ത്രവാദികളുടെ അടുക്കലേക്ക് അതേപോലെ തന്നെ ആഭിചാരത്തിന്റെ ആളുകളുടെ അടുക്കലേക്ക് പോവും എന്ന് ഞങ്ങൾ പേടിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് ചെയ്തു കൊടുക്കുന്നത്. ഷെയ്ഖ് പറയാ, ഉത്തുർക്കുഹും യദ്ഹബൂൻ വല യർജൂൻ. ഒരു പോയിക്കോട്ടെ, ഒരു വരുന്നില്ലെങ്കിൽ വരണ്ട. അന്ത മനില്ലദീ കല്ലഫക്. ആരാണ് അന്നതിനെ ഏൽപ്പിച്ചത്? തുഫ്സിദു നഫ്സക് തുഫ്സിദു ഹയാതക് വദീനക് തൻസിബു നഫ്സക ലിർറുഖിയ മിൻ അജലി അന്നഹും യദ്ഹബൂന ലിസ്സഹറ. അവര് സാഹിര്യങ്ങളുടെ അടുക്കലേക്ക് പോകുന്നു പറഞ്ഞിട്ട് നീ സ്വയം നിന്നെ മന്ത്രത്തിന് വേണ്ടി അവരോധിക്കുകയോ നിന്റെ ജീവിതം നീ നശിപ്പിക്കുകയോ നിന്റെ ദീന് നീ നശിപ്പിക്കുകയോ നിന്നെ തന്നെ നീ നശിപ്പിക്കുകയോ? അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, ലാ യാ ഷെയ്ഖ് ഹും യഅ്തൂന ഇലയ്യ. ഞാനൊരു മന്ത്രവാദിയായി അങ്ങനെ പോകും പ്രചരിപ്പിക്കുന്നല്ലേ, ഓല് ഇങ്ങോട്ട് വരികയാണ്. അഷെയ്ഖ് ഉത്റുക് തുർക്ക്. അതൊക്കെ വിട്ടാളാ, വിട്. മാ യഅ്തൂന ഇലൈക് ഇല്ലാ ലിഅന്നക നസബ്ത നഫ്സക ലിർറുഖിയ. എന്താ എന്റെ അടുത്തേക്ക് വരാനുള്ള കാരണം? ഇത് സ്വയം നിന്നെ ഇതിനു വേണ്ടി മന്ത്രത്തിന് വേണ്ടി അവരോധിച്ചു, അതുകൊണ്ടാണ് നിന്റെ അടുക്കലേക്ക് വരുന്നത്. ഫത്റുക് ഹാദാ ഷൈ ബാറകല്ലാഹു ഫീക് ഉത്റുക് الناس ലില്ലാഹി ജല്ല വഅല. ഓല വിട്ടള, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വലാ തതകല്ലഫ് വമാ അന മിനൽ മുതകല്ലിഫീൻ. ഏൽപ്പിക്കാത്ത പണി ഇജ്ജ് ഏറ്റെടുക്കണ്ട. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ. ഹാദിഹി ഹുജ്ജത്തു അവ്വലു റാഖിൻ ഫിൽ മദീന. മദീനത്തെ ഒന്നാമത്തെ മന്ത്രം നടത്തുന്ന ആളുടെ തെളിവ് ഇതാണ്. എന്താ തെളിവ്? നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകും, ഖുറാഫികളെടുത്ത് തന്നെ. ഇവിടെ ഇപ്പൊ ഈ റുഖിയ ശറയ്യാറിന് വരുന്ന ആൾക്കാരെ തെളിവ് ഇതാണ്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകൂലേ. ഇത് പറഞ്ഞിട്ടാ ഇവരിപ്പോ ഈ പണിക്കിറങ്ങണത്. കാന ജമീലന. ആരാണ് ഈ മന്ത്രമായിട്ട് വന്ന ആള്? നമ്മളെ ചങ്ങായിയാണ്. വകാന സലഫിയൻ ജയ്യിദൻ ജിദ്ദ. ജയ്യിദ് ജിദ്ദ എന്ന ഫസ്റ്റ് ക്ലാസ് 1 നമ്പർ സലഫിയാണ്. വകാന യുദർരിസു ഫിൽ മസ്ജിദിൻ നബവി. പണിയൊന്നുമില്ലാത്തതുകൊണ്ട് തുടങ്ങിയതല്ല, മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തുന്നതാണ്. വല്ലാഹി അസ്റ ഫീ കസീരിൻ മിന ശബാബി സൂഫിയ്യത്തി ഫിൽ മദീന. മദീനത്തെ ഒരുപാട് സൂഫി ചെറുപ്പക്കാരെ ഇടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അസ്റ അക്സറ മിൻ ഗൈരി. അല്ലാത്ത ഒരുപാട് ആളുകളിലും സ്വാധീനിച്ചിട്ടുണ്ട്. സുമ്മ ജാഅഹു ശൈത്താൻ. ഇത് ഞാൻ പറയല്ലോ. പിന്നെ ഓന്റെ അടുത്ത് ശൈത്താൻ വന്നു.
ശൈത്താൻ ഇറക്കണ ഓന്റെ അടുത്തേക്ക് ശൈത്താൻ വന്നു. വല്ലാഹി ഇസ്തശാറനി ഖബ്ല അൻ യദ്ഖുൽ ലിഅന്നഹു സ്വദീഖി വസമീലി. പടച്ചോനാണ്, ഓൻ ഈ പണി തുടങ്ങണീന്റെ മുമ്പാണ് എന്നോട് ആലോചിച്ചത്. കാരണം അവന്റെ ചങ്ങായിയാണ്, കൂടെ പഠിച്ച ആളാണ്. ഇസ്തശാറനി വഖാല യാ ശൈഖ് റബീഅ്, എന്നോട് മൂപ്പർ കൂടിയാലോചിച്ചുകൊണ്ട് പറയാണ്, ശൈഖ് റബീഅ് അന അലംതു ഫുലാനൻ അർറുഖിയ, ഞാൻ ഒരുത്തൻ ഈ മന്ത്രം റുഖിയ പഠിപ്പിച്ചു കൊടുത്തു. മന്ത്രം എന്ന് പറഞ്ഞാൽ പോരെ, ഇപ്പൊ റുഖിയ പറഞ്ഞ വേറെന്തോ ഒരു ഏർപ്പാടാ. والآن يرقي ويأخذ فلوسا وقد يأخذ على الرقية 14,000. ഓപ്പ മന്ത്രം തുടങ്ങിയിട്ട് കായ് വാങ്ങാൻ തുടങ്ങി. 14,000 റിയാലാണ്. എത്ര? 14,000. ഇപ്പൊ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഒരുത്തനെ പറഞ്ഞയച്ചു ബാംഗ്ലൂർക്ക്. 25,000 റുപ്യാണ് വാങ്ങിയത്. അങ്ങനെ 4 മന്ത്രം മന്ത്രിച്ചാൽ 4 ഗോള് കിട്ടിയാൽ മതിയല്ലോ. ഖുൽതു ലഹു അൻസഹുക അല്ലാ തദ്ഖുല ഫി ഹാദൽ ബാബ്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ ഉപദേശിക്കുക, നീ ഈ വാതിലിച്ച് തുറക്കല്ലേ, ആയിക്കൂടി കടക്കല്ലേ, ഈ മന്ത്രപ്പണിക്ക് നീ പോവല്ലേ. ഖാല വല്ലാഹി അഖാഫു അലൻ നാസി മിനൽ മുശാവിദീൻ വസ്സഹറ. പടച്ചോനാണ് സത്യം, ഞാൻ ജനങ്ങൾ ഈ മുശാവിദീങ്ങള് ആഭിചാരക്കാരുടെ അടുക്കലേക്ക് പോകുമെന്നുള്ള പേടിയാണ് എനിക്ക്. ഖുൽതു വല്ലാഹി മാ അൻത മസ്ഊൽ. ഞാൻ അവനോട് പറഞ്ഞു, പടച്ചോനാണ്, അന്ന അല്ലാഹ് അത് ചോദ്യം ചെയ്യൂല, അന്ന അത് ഏൽപ്പിച്ചിട്ടില്ല, ഈ എന്നെ ഏൽപ്പിച്ച പണിയെടുത്താൽ മതി. വഖുൽതു ലഹു അൻത ലാ തഖ്ദിറു അലാ സഹറത്തി വൽ മുശാവിദീൻ. ഇനി അനക്ക് ഓലെ തടയാൻ കഴിയോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എനിക്ക്? ഫഖാല നഅം. ഖുൽതു ലഹു യഫ്അൽ കമാ ഫഅല ദുആതു ഇലല്ലാഹ്. ഞാൻ അവനോട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, പണ്ഡിതന്മാരായ പ്രബോധകന്മാര് ചെയ്തതുപോലെ നീ ചെയ്യ്. അവരെന്താ ചെയ്തത്? ഷെയ്ഖ് അബ്ദുള്ള ഖറആവി, ഷെയ്ഖ് അബ്ദുള്ള ഖറആവി സൗദിയിലെ ഒരു വലിയ പണ്ഡിതനാണ്. ജാഅ ഇൻദനാ ഫിൽ മിൻതഖ, ഞങ്ങളുടെ നാട്ടിൽ വന്നു. വകസീർ മിനൻ നാസി മർദ അലൽ ഫുർഷ് ലാ യഖൂമൂൻ. കുറെ ആളുകൾ സുഖല്ല, കിടക്കുകയാണ്, വിരിപ്പിലാണ്, എഴുന്നേൽക്കുന്നില്ല. മിനയ്യി ഷൈ, എന്താ രോഗം? മിനൽ ജിന്ന്, ജിന്നു കൂടിയതാ. മിനസ്സാർ മിൻ കദ, ബാധയാണ്. അതുപോലുള്ള ജിന്നും ബാധയുമൊക്കെയായി സുഖല്ല എന്ന് പറഞ്ഞ കിടക്കുക. വയഖ്റുജൂന വയഹ്സുലൂനൽ ജിന്ന് ഫിൽ ലൈലത്തി ഫിൽ അസ്ജാർ ഫി തുറുഖ് വകദ. അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പൊ ജിന്നുകൾ രാത്രി മരത്തുമെന്ന് വഴിന്ന് വരമേല് കൂടുകയാണ്. വരെ വിശ്വാസത. വതതസല്ലതു അലൈഹിമു ശയാതീൻ, ശൈത്താന്മാര് അങ്ങനെ ഇവരുടെ മേൽ സ്വാധീനിക്കുകയാണ്. ജുഹാൽ മാ ഇൻദഹും തൗഹീദ്, ജാഹിലീങ്ങള്, വിവരമില്ലാത്തോല്, തൗഹീദില്ല, തൗഹീദില്ലാത്ത വിവരമില്ലാത്ത ആൾക്കാര്. അതുകൊണ്ടാണ് ജിന്നുകൂടി എന്ന് വിശ്വസിച്ച് നടക്കുന്നത്. ഫജാഅ വനശറ തൗഹീദ്. ഷെയ്ഖ് അബ്ദുള്ള ഖർആവി വന്നിട്ട് ഒരു റുഖിയ ശരയ്യന്റെ കേന്ദ്രം തുടങ്ങി ഇങ്ങോട്ട് വന്നോളി, അടിക്കാനും ചങ്കില് കുത്താനും ചങ്ക് ചവിട്ടാനും അല്ല ഇരുന്നത്. ഫജാഅ വനശറ തൗഹീദ്, വന്നിട്ട് തൗഹീദ് പ്രചരിപ്പിച്ചു. ലാ റുഖിയത വലാ ശൈ, മന്ത്രമല്ല, വേറെ ഒന്നുമല്ല. ബാറക്കല്ലാഹു ഫീക്കും, പടച്ചോങ്ങൾ അനുഗ്രഹിക്കട്ടെ. കുല്ലു ഹാദിഹിൽ അശിയാഇ ഇൻതഹത്. തൗഹീദ് പ്രചരിപ്പിച്ചപ്പോ ഇപ്പറഞ്ഞതൊക്കെ ഉണ്ട് അവസാനിച്ചു. കുല്ലുഹ ഇൻതഹത് ലമന്തശറ തൗഹീദ് വൽ ഇൽം. അറിവ് പ്രചരിച്ചു, തൗഹീദ് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് ജിന്നും ബാധയും രോഗവും ചികിത്സയും ഏർപ്പാടും ഒക്കെ ഉണ്ട് അവസാനിച്ചു. വലമ്മ യന്തശിറു തൗഹീദ് വൽ ഇൽം തദ്ഹബു ഹാദിഹിൽ അശിയാഉ വതസൂൽ. ഇൽമും തൗഹീദും പ്രചരിച്ചാൽ ഈ ജാതി കാര്യങ്ങളൊക്കെ ഇല്ലാതായി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തില് ഇത്തരത്തിലുള്ള ചില ആളുകൾ അവിടെ വന്നു. അവര് വന്നിട്ട് ഇത് തുടങ്ങി. അപ്പൊ ഇതിന് മാർക്കറ്റിംഗ് ഒരു വലിയ കാര്യമാണ്. അതിന് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അടുത്ത് എന്നിട്ട് മൂപ്പരെടുത്ത് എന്തേലും പറയും ചെയ്യും. ഈ ഒരു സംഭവം അതിങ്ങനെ വാനോളം ഉയർത്തി കാണിച്ചുകൊണ്ട് അതൊരു ലേഖനം പിന്നെ ഒരു പുസ്തകമാക്കി അത് വിവർത്തനം ചെയ്ത് നാടാകെ വിട്ടത് ഈ ജിന്ന് സേവന്റെ ആളുകളും ഇതൊരു മന്ത്രപ്പണിയായി നടക്കുന്ന ആളുകളും ചെയ്തിട്ടുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രമാണം അത് നോക്കി സ്വീകരിക്കാം. പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും അത് നമുക്ക് പ്രമാണമല്ല, സ്വീകരിക്കാൻ പറ്റില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇപ്പറഞ്ഞതിനപ്പുറം
ഇബ്നു തൈമിയ്യയുടെ ചില സംഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ചില കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രമാണമുണ്ടോ നാം സ്വീകരിക്കും, പ്രമാണമില്ലേ ആരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും നമുക്ക് പ്രമാണമല്ല. അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തുമാണ് തെളിവ്. മൂന്നാമത്തെ കാര്യം, ഷെയ്ഖ് ഇബ്നു ബാസ് മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തെ ഇരുത്തി ഇന്നത്തെ സൗദി അറേബ്യയിലെ പ്രമുഖ പണ്ഡിതന്മാരിൽ ഒരാളും ഇന്നത്തെ മതകാര്യ വകുപ്പ് മന്ത്രിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അദ്ദേഹവുമായ മാലി ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ഈ മന്ത്രത്തെപ്പറ്റി. അതിൽ ഈ മന്ത്രവുമായി ബന്ധപ്പെട്ട തെറ്റുകൾ അദ്ദേഹം എണ്ണിപ്പറയുകയും ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തെ അംഗീകരിച്ച് ബലപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തത് കാസറ്റുകളിലുണ്ട്. അത് പകർത്തി ലഘുകൃതിയായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ തെളിവില്ലാത്തൊരു കാര്യം, വക്കം മൗലവി ഇങ്ങനെയല്ലേ, കെ എം മൗലവിന്റെ അൽ മുർഷിദിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലേ, മൗലൂദ് കഴിക്കാന്നില്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ, വക്കം മൗലവി പറഞ്ഞാലും കെ എം മൗലവി പറഞ്ഞാലും അൽ മുർഷിദിൽ വന്നാലും അൽ ഇർഷാദിൽ വന്നാലും അൽമനാറിൽ വന്നാലും സൽസബീലിൽ വന്നാലും വിചിന്തനത്തിൽ വന്നാലും ഏതിൽ വന്നാലും തെളിവുള്ളതാണോ സ്വീകരിക്കും, തെളിവില്ലേ സ്വീകരിക്കില്ല. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സവിശേഷത. ഈ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെടാനും ഉള്ളതാണ് അത്.